Hello everyone, I am Sri Rekha from Excel Study Circle. So എല്ലാവരും അവിടെ സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാൻ. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ് 9 Cbse ടെക്സ്റ്റ് ബുക്കത്തെ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്ററാണ്. മോഷൻ എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. സോ ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കും. അതായത് ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, പിന്നെ നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് പഠിക്കുന്നതാണ്. സോ കുറച്ച് പുതിയ ലോസുകൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതായത് തിയററ്റിക്കൽ കം ന്യൂമറിക്കൽസ്, നമുക്ക് കുറച്ചധികം ന്യൂമറിക്കൽസ് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. സോ 8th ഗ്രേഡ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ ന്യൂമറിക്കൽ അവിടെയൊന്നും ചെയ്യുന്നില്ല സയൻസിൽ, അല്ലേ? സ്പെസിഫിക്കലി ഫിസിക്സിലൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ബട്ട് നൗ ഓൺവേർഡ്സ് ലൈക്ക് 9th and 10th ഫിസിക്സ് കെമിസ്ട്രി സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചധികം ന്യൂമറിക്കൽസ് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സാണ് വരുന്നത്. സോ അതിൻ്റെ ഫണ്ടമെൻ്റൽസ്, ഒരു ന്യൂമറിക്കൽ വന്നാൽ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗിവൻ ഡാറ്റ എഴുതി ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വല്ല യൂണിറ്റ് കൺവേർഷൻസ് ഉണ്ടെങ്കിൽ ചെയ്തിട്ട് വേണം നമുക്ക് ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. സോ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, സോ ഡോണ്ട് വറി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്. മോഷൻ ഇൻ എവറിഡേ ലൈഫ് വി സീ സം ഒബ്ജക്ട്സ് അറ്റ് റെസ്റ്റ്, അല്ലേ, ആൻഡ് അതേഴ്സ് ഇൻ മോഷൻ. Birds fly, fish swim, blood flows through the veins and arteries, and cars move. Atoms and molecules, planets, stars, galaxies are all in motion. We often perceive an object to be in motion when its position change with time. അതാണ് നമ്മൾ മോഷനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണ് മോഷനിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ലൈക്ക് വെൻ ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ദ ടൈം, സമയം പോകുന്തോറും അതിൻ്റെ പൊസിഷൻ മാറണം. ഇനീഷ്യലി ഒരു പൊസിഷനിലായിരുന്ന ഒരു ഒബ്ജക്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ അത് വേറൊരു പൊസിഷനിൽ എത്തുകയാണെങ്കിൽ നമുക്കതിനെ പറയാം ലൈക്ക് ദറ്റ് ഒബ്ജക്റ്റ് ഈസ് ഇൻ മോഷൻ എന്ന് നമുക്ക് പറയാം, അല്ലേ? ഹൗവർ ദെർ ആർ സിറ്റുവേഷൻസ് വെയർ the motion is inferred through indirective evidences. Okay, for example, we infer the motion of air by observing the movement of dust and movement of the leaves and branches of the trees. So എയറിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ അതിൻ്റെ എവിഡൻസസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് യാ എയർ ഇസ് മൂവിങ്, അല്ലേ, അല്ലെങ്കിൽ വിൻഡ് ഇസ് ബ്ലോയിങ് എന്നൊക്കെ പറയുന്നത്, ലൈക്ക് ലീവ്സിൻ്റെയും ബ്രാഞ്ചസ് ഓഫ് ദി ട്രീസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് വെച്ചിട്ട്. ഓൾറൈറ്റ്. വാട്ട് കോസസ് ദി ഫിനോമിനൻ ഓഫ് സൺറൈസ്, സൺസെറ്റ് ആൻഡ് ചേഞ്ചിങ് ഓഫ് സീസൺസ്? ഇസ് ഇറ്റ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദി എർത്ത്? Yes, right. If it is true, why don't we directly perceive the motion of the earth? പക്ഷെ നമുക്ക് എർത്തിൻ്റെ മോഷൻ ഡയറക്റ്റ്ലി നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? സോ an object appear to be moving for one person and stationary for some other. There are certain instances. ചില കേസുകളിൽ ലൈക്ക് നമുക്ക് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന പോലെ തോന്നാം, ബട്ട് ഫോർ അനദർ പേഴ്സൺ, ഒരു തേർഡ് പേഴ്സണിലേക്ക് അതൊരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആയിട്ട് വരാം. അങ്ങനത്തെ കേസുകളുമുണ്ട്. ഓക്കെ, അവരൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫോർ ദി പാസഞ്ചേഴ്സ് ഇൻ എ മൂവിങ് ബസ്, ദ റോഡ് സൈഡ് ട്രീസ് അപ്പിയർ ടു മൂവിങ് ബാക്ക്വേർഡ്സ്, അല്ലേ? സോ നമ്മളൊരു ബസ്സിൽ പോവുകയാണ്. സോ ട്രീസ് റോഡ് സൈഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വെൻ ദ ബസ് ഇസ് മൂവിങ് ഫോർവേഡ് നമുക്ക് ട്രീസ് ബാക്ക്വേർഡ് പോകുന്ന പോലെ ഫീൽ ചെയ്യാം. ലൈക്ക് സെയിം ഇൻ ദ കേസ് ഓഫ് എ ട്രെയിൻ. നമ്മൾ ട്രെയിനിൽ ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ സൈഡിലുള്ള പാസഞ്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് ഈ അവിടെയുള്ള ട്രീസ് ആയിക്കോട്ടെ, ദേ ആർ മൂവിങ് ബാക്ക്വേർഡ്സ് എന്ന് നമുക്ക് ഫീൽ ചെയ്യാം, അല്ലേ? പക്ഷെ ആക്ച്വലി ആ ട്രീസ് മൂവ് ചെയ്യുന്നുണ്ടോ? നോ, ദേ ആർന്റ്, അല്ലേ? സോ എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ റോഡ് സൈഡ് പെർസീവ്സ് ദ ബസ് അലോങ് വിത്ത് ദി പാസഞ്ചേഴ്സ് ആസ് മൂവിങ്. ഒരു റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു പേഴ്സണിനെ സംബന്ധിച്ച് ആ ബസ്സിൻ്റെ അകത്തുള്ള പാസഞ്ചേഴ്സ് മൂവ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. ബട്ട് ആക്ച്വലി പാസഞ്ചേഴ്സ് ഇൻസൈഡ് ദി ബസ് ദേ ആർ സ്റ്റേഷനറി. നമ്മൾ സ്റ്റില്ലായിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ നിൽക്കുകയാവാം, അല്ലേ? So however, a passenger inside the bus see his fellow passengers to be at rest. അപ്പോൾ നമ്മൾ ആ ബസ്സിൻ്റെ അകത്താണ്, നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിലാണ്, ബാക്കി കുറച്ച് പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ റെസ്റ്റിലാണ് എന്നുള്ളത് നമുക്കറിയാം. ബട്ട് ഫോർ എ പേഴ്സൺ ഹൂ ഈസ് വ്യൂയിങ് ഫ്രം ഔട്ട്സൈഡ് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല. സോ വാട്ട് ഡു ദീസ് ഒബ്സർവേഷൻസ് ഇൻഡിക്കേറ്റ്? അപ്പോൾ എന്താണ് ഇവിടെ ഒരു പേഴ്സൺ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, വേറൊരു തേർഡ് പേഴ്സൺ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. സോ എങ്ങനെ നമുക്കൊരു മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്നതാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. So motions are complex. Some objects may move in a straight line, others may take a circular path. Some may rotate, a few others may vibrate. Rotational motion and vibrational motion and there may be situations involving a combination of these. In this chapter we shall first learn to describe the motion of object along a straight line. We shall also learn to express such motions through symbol equations and graphs. Later, we shall discuss the ways of describing circular motion towards the end. Chapter എൻഡിലാണ് നമ്മൾ circular motion കുറിച്ച് പഠിക്കുന്നത്. Okay? So, activity 7.1 എന്ന് പറയുന്നത് discuss whether the walls of your classroom are at rest or in motion. Okay, very simple activity.
ലൈക്ക് നമ്മളൊരു ക്ലാസ് റൂമിലാണ്, സോ നമ്മൾ വാൾസ് ഓഫ് ദി ക്ലാസ് റൂം നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് റെസ്റ്റിൽ തന്നെയാണ്. ലൈക്ക് ഔട്ട്സൈഡിൽ നിന്നും പുറത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വേറൊരു പേഴ്സണും അത് റെസ്റ്റിൽ തന്നെയാണ് അല്ലേ. ബട്ട് ഒരു എക്സ്ട്രീം കണ്ടീഷൻ പറയുകയാണെങ്കിൽ ഒരു പേഴ്സൺ ഹു ഈസ് ഇൻ സ്പേസ് വെൻ ഇറ്റ് ഈസ് ഒബ്സർവിങ് അസ്, we know that earth is rotating അല്ല, on its own axis and it is revolving around the sun അല്ലേ. ആ സമയത്ത് മൊത്തത്തിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ അകത്തുള്ള എല്ലാ ഒബ്ജക്ട്സും റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം അങ്ങനത്തെ ഒരു ഇൻസ്റ്റൻസിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ലൈക്ക് ദ വാൾസ് ആർ മൂവിങ് എന്നുള്ളത് അല്ലേ. ബട്ട് അല്ലാത്ത കേസിൽ നമ്മൾ നോർമൽ ഇൻ എർത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻ റെസ്റ്റ് അല്ലേ. ആക്ടിവിറ്റി 7.2 പറയുന്നത്, have you ever experienced that the train in which you are sitting appears to move while it is at rest അല്ലേ. ഡിസ്കസ് ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതും. ലൈക്ക് ഇൻസൈഡ് ദ ട്രെയിൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലൈക്ക് തീർച്ചയായിട്ടും നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പാസഞ്ചേഴ്സ് മൂവ് ചെയ്യുന്ന പോലെയാണ് പുറത്തത്തെ ഒരാൾക്ക് തോന്നുന്നത് അല്ലേ. സോ ഇത് നമ്മൾ തൊട്ടപ്പുറത്തെ ട്രാക്കിൽ വേറൊരു ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന പോലെയും നമ്മളിങ്ങനെ പോകുന്ന പോലെയും ഫീൽ ചെയ്യാറുണ്ട്. സോ ഒരു റെഫറൻസ് പോയിന്റ് ആണ് ഇവിടെ എല്ലാത്തിനും ആധാരം അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ഹും വി ആർ ടോക്കിംഗ്, വിത്ത് റെസ്പെക്ട് ടു ഹും വി ആർ ഡിസ്ക്രൈബിംഗ് ഇമോഷൻ എന്നുള്ളതാണ് അവിടെ ഒരു ചോദ്യം, റൈറ്റ്. സോ വെദർ ഇറ്റ്സ് എ പേഴ്സൺ ഹു ഈസ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ്, വെദർ ദ പേഴ്സൺ ഹു ഈസ് വിത്ത് ദി ഒബ്ജക്റ്റ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. സോ അങ്ങനെയാണ് നമ്മൾ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറൈറ്റ്. സോ ഡിസ്ക്രൈബിംഗ് മോഷൻ, വി ഡിസ്ക്രൈബ് ദി ലൊക്കേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് by specifying a reference point. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. with respect to whom you are speaking, with respect to whom you are talking about the motion of an object, അതാണ് ഇവിടുത്തെ റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. So let us understand this by an example. Let us assume that a school in a village is 2 kilometers north of the railway station. We have specified the position of the school with respect to the railway station നിന്നും 2 kilometers north. So with respect to railway station ആണ് നമ്മൾ ആ സ്കൂളിൻ്റെ എക്സാക്ട് പൊസിഷൻ ഇപ്പോൾ പറഞ്ഞത്. Alright, in this example the railway station is the reference point. With respect to railway station ആണ് സ്കൂളിൻ്റെ പൊസിഷൻ നമ്മൾ 2 kilometers to the north എന്ന് പറഞ്ഞത്. ഇത് സെയിം ആവണമെന്നില്ല അല്ലേ. നമ്മൾ വേറൊരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ആണ് പറയണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ലൊക്കേഷൻ മാറാം. സോ അതാണ് ഇവിടുത്തെ റെഫറൻസ് പോയിന്റിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, വി കുഡ് ഹാവ് ഓൾസോ ചോസൺ other reference points according to our convenience. Therefore, to describe the position of an object, we need to specify a reference point which is called as origin. So, നമ്മൾ ഇവിടെ ഫിസിക്സിൽ ഡിസ്ക്രൈബിംഗ് മോഷൻ ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആ ഒബ്ജക്റ്റ് ഇപ്പോൾ എവിടെയാണ്, അങ്ങനെയാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഒറിജിൻ ആണ് നമ്മൾ ഇവിടുത്തെ റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത്. I hope until this it is very clear to everyone. Now, motion along a straight line. ഒരു ലീനിയർ മോഷൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. The simplest type of motion is the motion along a straight line. We shall first learn to describe this by an example. Consider the motion of an object moving along a straight path. The object starts its journey from O, which is treated as a reference point. നമ്മുടെ ഇതാണ് ഇവിടുത്തെ ഒറിജിൻ അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ് എ, ബി ആൻഡ് സി റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്ട് അറ്റ് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ്. സപ്പോസ് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ അത് എ എന്ന പൊസിഷനിലെത്തി, പിന്നീട് ബിയിലെത്തി, പിന്നീട് സിയിലെത്തി. ഓൾറൈറ്റ്. അറ്റ് ഫസ്റ്റ് ദ ഒബ്ജക്ട് മൂവ്സ് ത്രൂ സി ആൻഡ് ബി ആൻഡ് റീച്ചസ് എ. സിയിലൂടെയും ബിയിലൂടെയും പാസ് ചെയ്തിട്ട് അത് എ എന്നുള്ളൊരു പോയിന്റിലെത്തി എന്ന് വിചാരിക്കാം. ഓൾറൈറ്റ്. ദെൻ ഇറ്റ് മൂവ് ബാക്ക് അലോങ് ദി സെയിം പാത്ത്. തിരിച്ച്, അതായത് ആദ്യം ഇനീഷ്യലി ഇങ്ങനെ പോയി തിരിച്ച് അതേ പാത്തിലൂടെ റീട്രേസ് ചെയ്ത് വന്ന് അവസാനം സി എന്നുള്ള പോയിന്റിലെത്തി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ. സോ ദ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒ എ പ്ലസ് ഒ സി, ദാറ്റ് ഇസ് 30. ഇവിടെ കണ്ടോ, ദാറ്റ് ഇസ് ഒ എ നമുക്ക് ഫിഗറിൽ കണ്ടാൽ അറിയാം. ഇവിടെ 60 കിലോമീറ്റർ ഇൻ ടേംസ് ഓഫ് കിലോമീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് കിലോമീറ്ററിന് എടുക്കാം. സോ 60 കിലോമീറ്റർ ആൻഡ് വി നോ ദറ്റ് എ സി. തിരിച്ച് എ സിയിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താ വരുന്നത് വെച്ചാൽ ലൈക്ക് 60 മൈനസ് 25 ചെയ്യണം. ഓക്കെ. അങ്ങനെയാണ് എ സിയുടെ ഡിസ്റ്റൻസ് നമുക്ക് 35 കിലോമീറ്റർ എന്ന് വന്നു. സോ ടോട്ടൽ അവർ ഒ എ പ്ലസ് എ സി ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 95 കിലോമീറ്റർ ആണ് വന്നത്. ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ഒബ്ജക്റ്റ്. സോ ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കുന്ന ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് എന്നുള്ള 2 ടേമുകളാണ്. ഓക്കെ. സോ ഡിസ്റ്റൻസ് നിങ്ങൾ പലതവണയായിട്ട് കേട്ടിരിക്കും, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഇറ്റ് വിൽ ബി ന്യൂ ടു യു, റൈറ്റ്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഏതൊക്കെ പാത്ത് കവർ ചെയ്തോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്.
അപ്പോഴാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത്. സോ ഈ ഒരു കേസിൽ O to A പാസ് ചെയ്തു, അപ്പോൾ 60 കിലോമീറ്റർ, പിന്നെ എയിൽ നിന്നും സിയിലോട്ട് എത്തി അല്ലേ. സോ A to C നമ്മൾ 35. സോ അങ്ങനെയാണ് 60 + 35 ടോട്ടൽ 95 കിലോമീറ്റർ ആണ് ഇവിടെ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. I hope until this it is very clear to everyone. To describe the distance we need to specify only the numerical value and not the direction of motion. അല്ലേ, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് എത്താൻ പല ഡയറക്ഷനുകൾ ഉണ്ടാവാം. സോ അത് സ്പെസിഫൈ ചെയ്യണമെന്നില്ല. ലൈക്ക് വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് യു കവേർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിലെത്താൻ ഏത് പാത്തിലൂടെയാണ് പോയത് ആ പാത്ത് ലെങ്ത് സമപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ദർ ആർ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഡിസ്ക്രൈബ് ബൈ സ്പെസിഫൈങ് ഓൺലി ദെയർ ന്യൂമറിക്കൽ വാല്യൂസ്. ആ ന്യൂമറിക്കൽ വാല്യൂ മാത്രം, അല്ലെങ്കിൽ ആ മാഗ്നിറ്റ്യൂഡ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. സോ ദ ന്യൂമറിക്കൽ വാല്യൂ ഫോർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഈ ഒരു ടേം നിങ്ങൾ പലപ്പോഴായിട്ടും കാണാം. ഇനി മേൽക്കൊണ്ട് പല ചാപ്റ്റേഴ്സിൽ പല ന്യൂമറിക്കൽസിൽ ക്വസ്റ്റൻസിലൊക്കെ വാട്ട് ഇസ് എ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളൊരു ടേം കാണാം. സോ മാഗ്നിറ്റ്യൂഡ് ഇസ് നത്തിങ് ബട്ട് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ സൈനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നില്ല, ലൈക്ക് ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാണ് അതിനെയാണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫ്രം ദിസ് എക്സാമ്പിൾ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഫൈനൽ പൊസിഷൻ ഓഫ് C of the object from the initial position O. Alright, so this difference will give you the numerical value of the displacement. Alright, നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. So displacement is defined as the distance between or the shortest distance between the initial and final position. ഒരു ഒബ്ജക്റ്റ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എവിടെയായിരുന്നു ആൻഡ് ഫൈനലി വെർ ഇറ്റ് റീച്ച്ഡ്, ഈ രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു പാത്ത് ലെങ്ത്തിൽ നമുക്ക് പറയാനുള്ളത് ഓയിൽ നിന്നും എയിലെത്തി, തിരിച്ച് എയിലൂടെ പോയി ലൈക്ക് ബിയിലൂടെ പാസ് ചെയ്ത് സിയിലെത്തി. സോ ഫൈനൽ പൊസിഷൻ സി ആണ്. സോ നമ്മൾ ഡിസ്റ്റൻസ് ഓൾറെഡി കണ്ടുപിടിച്ചു, 95 കിലോമീറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓർ ദ ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. സോ ദിസ് വിൽ ബി യുവർ ഇനീഷ്യൽ പൊസിഷൻ O ആൻഡ് C വിൽ ബി യുവർ ഫൈനൽ പൊസിഷൻ, റൈറ്റ്. സോ O ആൻഡ് A തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത്, അതായത് സ്ട്രേറ്റ് ലൈൻ തന്നെയാണ് ഇവിടെ. സോ അതുകൊണ്ട് 25 കിലോമീറ്റർ വിൽ ബി യുവർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓൾറൈറ്റ്, സോ ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് measured from the initial to the final position of an object is known as the displacement. സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് അവർ ചോദിച്ചിട്ടുണ്ട് ലൈക്ക് ഓയിൽ നിന്നും സിയിലോട്ട് എത്രയെന്ന് വെച്ചാൽ ദ ആൻസർ ഇസ് 25 കിലോമീറ്റർ. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് 95 കിലോമീറ്ററും ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് 25 കിലോമീറ്റർ ആണ്. ഐ ഹോപ്പ് ദിസ് ഇസ് വെരി മച്ച് ക്ലിയർ. സോ ക്യാൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ബി ഈക്വൽ ടു ദി ഡിസ്റ്റൻസ് traveled by an object? Consider the example given in figure 7.1. For the motion of the object from O to A, the distance covered is 60 km and the displacement is 60 km. അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ക്വാണ്ടിറ്റി കിട്ടാമോ എന്ന് ചോദിച്ചാൽ ട്രൂലി യെസ്, ദർ ആർ ചാൻസസ്. ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആണെന്ന് വിചാരിക്കാം. ഈ പറഞ്ഞ എക്സാമ്പിൾ O to A കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ സപ്പോസ് O എന്നുള്ള ഇനീഷ്യൽ പോയിന്റ് നിന്നും A എന്നുള്ള ഫൈനൽ പോയിന്റ് വരെ റീച്ച് ചെയ്ത ഒരു കേസിൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ലൈക്ക് 60 കിലോമീറ്റർ തന്നെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റും ഇവിടെ 60 കിലോമീറ്റർ തന്നെയാണ്. വൈ? ബിക്കോസ് ദ ഇനീഷ്യൽ പൊസിഷൻ ഇസ് O ആൻഡ് ദ ഫൈനൽ പൊസിഷൻ ഇസ് A. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ആണ്. സോ ഒരു ലീനിയർ മോഷനിൽ, ഒരു സ്ട്രേറ്റ് ലൈൻ മോഷനിൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഒരു സ്ട്രേറ്റ് ലൈൻ ആണ് വരുന്നത് എങ്കിൽ ഡെഫിനറ്റ്ലി ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി ഈക്വൽ. ഓൾറൈറ്റ്, സോ ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ക്വാണ്ടിറ്റി ആയിട്ട് വരാം. ഓൾറൈറ്റ്, ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ ഫ്രം O to A and back to B, the distance covered will be 60 to 25. സപ്പോസ് അവർ വേറൊരു കേസ് പറയാണ്, തിരിച്ച് സിയിൽ വരെ എത്തിയിട്ടില്ല, ബി വരെ എത്തിയിട്ടുള്ളൂ, അതായത് ഇവിടെയാണ് ഫൈനൽ പൊസിഷൻ എങ്കിൽ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് കവേർഡ്? അപ്പോൾ നമുക്ക് A ആഡ് ചെയ്യണം, ദറ്റ് ഇസ് 60 കിലോമീറ്റർ പ്ലസ് AB അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ അവർ, ഇതാണ് OA പ്ലസ് ഇതാണ് AB. ഓക്കെ, AB എങ്ങനെ 25 കിട്ടിയെന്ന് വെച്ചാൽ ഇതവിടെ എഴുതിക്കോളൂ. AB എങ്ങനെ 25 വന്നു എന്ന് വെച്ചാൽ ലൈക്ക് A 60 ആണ് തന്നിരിക്കുന്നത്, ബിൻ്റെ പൊസിഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് അവർ 35 എന്നാണ് തന്നിരിക്കുന്നത്. സോ വെൻ യു മൈനസ് ഇറ്റ് യു വിൽ ഗെറ്റ് 25 കിലോമീറ്റർ. ഓക്കെ, അങ്ങനെയാണ് AB 25 ആയത്. സോ അറ്റ് ദാറ്റ് ടൈം നമുക്ക് എന്ത് വരും? 35 കിലോമീറ്റർ ലൈക്ക് 85 കിലോമീറ്റർ വിൽ ബി യുവർ ഡിസ്റ്റൻസ്. ഓക്കെ, അതേസമയം ആ തിരിച്ച് ബിയിൽ എത്തിയ സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിക്കുമ്പോൾ 35 കിലോമീറ്റർ ആണ്. വൈ? ബിക്കോസ് ഇനീഷ്യൽ പോയിന്റ് ഇവിടെയും ബിയിൽ ഫൈനലി എത്തി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഫൈനൽ പൊസിഷനായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരിക. സോ ദാറ്റ് ഇസ് 35 കിലോമീറ്റർ. സോ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി ഈക്വൽ ഓർ മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ഹൗ വി ആർ ടേക്കിംഗ്
or how we are describing motion of an object, alright. So this is magnitude of displacement 35 is not equal to the path length, that is the distance, which is 85 km as discussed already. Further, we'll notice that the magnitude of the displacement for a course of motion may be 0, but the corresponding distance covered is not 0. So, ഇതിൽ നമുക്ക് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് പഠിക്കാവുന്നതാണ് അല്ലേ. ഡിസ്റ്റൻസ് ഒരു കാരണവശാലും 0 വരില്ല. ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്ത ഒബ്ജക്റ്റിന് എങ്ങനെ ഡിസ്റ്റൻസ് 0 ആവും? തീർച്ചയായിട്ടും ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി, ഒരു പെർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് അതിന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു 0. ബട്ട് അറ്റ് ദ സെയിം ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് വരാം. ഹൗ എന്ന് ചോദിക്കുമ്പോൾ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം ആവുന്ന കേസിൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം നമുക്ക്. ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് വിചാരിക്കാം. ഇങ്ങനെ പാസ് ചെയ്തു തിരിച്ച് ഇതേ പോയിന്റിൽ തന്നെ എത്തി. സോ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആർ ദി സെയിം. സോ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0 വരാം. ഒന്നും വേണ്ട, നമുക്കൊരു സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ദിസ് ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇറ്റ് കവർ സർക്കിൾ ആൻഡ് കംപ്ലീറ്റ്ലി ഇറ്റ് റീച്ചസ് ദ എക്സാക്ട് സെയിം പോയിന്റ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ് വരുന്നത്. ഏത് ഷേപ്പാണ് എന്നുള്ളതല്ല പ്രാധാന്യം, സ്ക്വയറോ റെക്റ്റാങ്കിൾ എന്ന് തന്നെ ആയിക്കോട്ടെ, ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം വരാം. ഒന്നും വേണ്ട, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ഇരിക്കട്ടെ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, തിരിച്ച് ഏതൊരു പോയിന്റിൽ പോയി തിരിച്ച് ഇതേ പോയിന്റിലേക്ക് തന്നെ എത്തി. whenever the initial and final position is exactly the same point, then the displacement will be 0 എന്നുള്ളതാണ്. Okay, so if we consider the object travel back to the final position coincide with the initial position. coincide എന്ന് വെച്ചാൽ തിരിച്ച് അതേ പോയിന്റിൽ തന്നെ എത്തി അല്ലേ, exactly same പോയിന്റിൽ തന്നെ തിരിച്ചെത്തി. therefore the displacement is 0. however the distance covered in this journey എന്ന് പറയുന്നത് OA plus AO total 60 plus 60 120 കിലോമീറ്റർ ആണ്. ഒരു കാരണവശാലും ഡിസ്റ്റൻസ് 0 വരാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, ദിസ് ടു ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ദേ ആർ യൂസ് ടു ഡിസ്ക്രൈബ് ദി ഓവറോൾ മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് ആൻഡ് ടു ലൊക്കേറ്റ് ഇറ്റ്സ് ഫൈനൽ പൊസിഷൻ വിത്ത് റെഫറൻസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ അറ്റ് എ ഗിവൺ ടൈം. സോ ഓൾ ടുഗെദർ നമുക്ക് ഇവിടെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ദി ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ എൻ ഒബ്ജക്ട്. And displacement is the shortest distance between the initial and the final position. Displacement can be equal to 0, but distance can never be equal to 0. Distance and displacement may be equal or may not be equal depending on how we are describing an object, അല്ലേ. but always ഡിസ്റ്റൻസിനേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത്. ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ആയതുകൊണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ahead to activity 7.3. Take a meter scale along a rope, walk from one corner to corner of a basket court to its opposite corner. Along its sides, measure the distance covered by you and the magnitude of the displacement. What difference would you notice between these two cases? So, ഒരു ബാസ്കറ്റ് കോട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് എടുക്കാം, OABC. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിമിങ് കൊടുക്കാം. സോ അതിൽ വിഷയമല്ല. സോ നമുക്ക് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്യുന്നതാണ്. ഫോർ ഇൻസ്റ്റൻസ് ഞാനിവിടെ ഇപ്പോൾ 10 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് OA പ്ലസ് AB പ്ലസ് BC പ്ലസ് OC അല്ല. ഇവർ പറയുന്നത് ഇവർ ഓപ്പോസിറ്റ് കോർണറിൽ എത്തിയെന്നാണ്. സോ ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഓപ്പോസിറ്റ് കോർണർ എന്ന് പറഞ്ഞാൽ തിരിച്ച് ബിയിലോട്ട് എത്തി. ഓക്കെ, O to B എത്തി, അതായത് ത്രൂ A ആണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് പറയുമ്പോൾ OA പ്ലസ് AB ആയിരിക്കും. ഡിസ്റ്റൻസ് ആണ് ഞാൻ പറയുന്നത്. സോ 10 plus 10 which will be 20 meters. This will be your distance. Displacement എന്ന് പറയുന്നത് the shortest path between the initial and final position. സോ ഇവിടെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് OB ആണ് ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, സിൻസ് triangle OAB is a right angle triangle, we can apply Pythagoras theorem. What is Pythagorean theorem? Base square plus altitude square is equal to hypotenuse square. So ഇവിടെ I'll write here displacement will be base square എന്ന് പറഞ്ഞാൽ OA square plus AB square is equal to hypotenuse will be OB square. Alright, so നമുക്ക് OB ആണ് ഇവിടെ കാണേണ്ടത് and this is distance. Alright, I hope this is clear to everyone. Now OA square എന്ന് പറയുന്നത് 10 square plus AB square 10 square which is equal to OB square. 10 square 100 plus 100, right? 100 plus 100 is equal to OB square. So I'll write over here 200 is equal to OB square. If you want to calculate OB, taking square root on both sides,
സോ ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാം, ഇവിടെ സ്ക്വയർ റൂട്ട് എടുക്കാം, സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഗെറ്റ് ക്യാൻസൽ. റൂട്ട് 200 ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 10 root 2 അല്ലേ, 10 root 2 meters, or you can even apply the value of root 2 over here. root 2 ന്റെ വാല്യൂ 1.414 ആണ്. സോ 1.414 into 10 ചെയ്യുമ്പോൾ 14.14 meter. ഓൾറൈറ്റ്, ഇങ്ങനെയാണ് ഈ ന്യൂമറിക്കൽ ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, ആക്ടിവിറ്റി 7.4 പോവാം. ഓട്ടോമൊബൈൽസ് ആർ ഫിറ്റഡ് വിത്ത് എ ഡിവൈസ് ദാറ്റ് ഷോസ് എ ഡിസ്റ്റൻസ് ട്രാവൽ. സച്ച് എ ഡിവൈസ് ഇസ് നോൺ ആസ് ഓഡോമീറ്റർ. ഓൾറൈറ്റ്, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഓഡോമീറ്റർ. A car is driven from Bhubaneswar to New Delhi. The difference between the final reading and the initial reading of the odometer is 1850 kilometer. Initially ഉണ്ടായിരുന്നതും ഫൈനൽ ആ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അവർ പറയുന്നത് 1850 കിലോമീറ്റർ. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ഭുവനേശ്വർ ആൻഡ് ന്യൂ ഡൽഹി ബൈ യൂസിങ് എ റോഡ് മാപ്പ് ഓഫ് ഇന്ത്യ. സോ റോഡ് മാപ്പ് നിങ്ങൾക്ക് അറിയാം, ലൈക്ക് നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാവും. സപ്പോസ് അല്ലേ, നമ്മൾ ഇതൊരു പോയിന്റും ഇതൊരു പോയിന്റാണെന്ന് വിചാരിക്കാം. അവർ പറയുന്നത് ഫ്രം ഭുവനേശ്വർ ടു ന്യൂ ഡൽഹി ഇങ്ങനെയൊക്കെ ഒരു പാത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. ഓൾറൈറ്റ്, സോ ഇതിൻ്റെ ഇതാണ് ഡിസ്റ്റൻസ്, അത് 1850 എന്നവർ പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഇവിടെ കാൽക്കുലേഷനിൽ ദ ഷോർട്ടസ്റ്റ് പാത്ത് ആയിരിക്കും നമ്മുടെ, അതായത് ലെറ്റ് us കൺസിഡർ ദിസ് ടു ബി ഭുവനേശ്വർ ആൻഡ് ദിസ് ടു ബി ന്യൂ ഡൽഹി. ഇവർ നമ്മൾ മാപ്പ് എടുത്താലും അതിൻ്റെ ഇടയിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വരാമെന്ന്. സോ ലെറ്റ് സപ്പോസ് ഇറ്റ് ടു ബി 1400 കിലോമീറ്റർ ആൻഡ് എനിവേസ് 1850 കിലോമീറ്ററിനേക്കാൾ ചെറിയൊരു വാല്യൂ തന്നെയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ് ബിറ്റ്വീൻ ദ ടു പ്ലേസസ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് വെരി മച്ച് ക്ലിയർ ടു യു. നമുക്കിനി ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. ആൻ ഒബ്ജക്ട് ഹാസ് മൂവ് ത്രൂ എ ഡിസ്റ്റൻസ്, ക്യാൻ ഇറ്റ് ഹാവ് എ സീറോ ഡിസ്പ്ലേസ്മെന്റ്? യെസ്, നമുക്ക് തീർച്ചയായിട്ടും പറയാം സീറോ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇഫ് യു സപ്പോർട്ട് യുവർ ആൻസർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ എക്സാക്ട്ലി സെയിം വന്നാൽ നമ്മൾക്ക് ഡിസ്പ്ലേസ്മെന്റ് സീറോ വരാം. ലൈക്ക് വാട്ട് എവർ മേ ബി ദ ഷേപ്പ്, ഞാൻ നേരത്തെ കുറേ ഷേപ്പുകൾ വരച്ച് കാണിച്ചു തന്നു. ലൈക്ക് സ്ട്രേറ്റ് ലൈൻ ആവാം, സർക്കുലർ മോഷൻ ആവാം, ട്രയാങ്കുലർ പ്ലോട്ടോ, റെക്ടാങ്കുലർ ഫീൽഡ് എന്തുതന്നെയാവാം. ബട്ട് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ എക്സാക്ട്ലി സെയിം വരുമ്പോൾ തീർച്ചയായിട്ടും ദർ ആർ ചാൻസസ് ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി സീറോ. ഓൾറൈറ്റ്, so we'll move to the second question. Farmer moves along a boundary of a square field of side 10 meter in 40 seconds. Okay, ഒരു സ്ക്വയർ ഫീൽഡ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് കൺസിഡർ ദിസ് ടു ബി എ, ബി, സി ആൻഡ് ഡി. സോ ഇതെല്ലാം 10 meters എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓൾറൈറ്റ്, ഓക്കെ. സോ 10 meters കവർ ചെയ്യാൻ 40 സെക്കൻഡ് എടുക്കുന്നുണ്ട്. What will be the magnitude of the displacement of the farmer at the end of 2 minutes 20 seconds from the initial position? So let's consider he started from A. Alright, so boundary of the square field ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഈ സ്ക്വയർ ഫീൽഡ് ആൾ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത്, നമുക്ക് ഗിവൺ ഡാറ്റയിൽ 40 seconds എന്നാണ് ആദ്യം തന്നിട്ടുള്ളത്. അതായത് 40 സെക്കൻഡിൽ 10 മീറ്റർ കവർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാനുള്ളത് 2 minutes 20 seconds ആൾ എവിടെയായിരുന്നു, ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും 2 minutes 20 seconds ആൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് മിനിറ്റിലാണ്. സോ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ്. അതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. ഈ 2 minutes 20 seconds എന്നുള്ളത് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽ ചെയ്യാൻ ബുദ്ധിമുട്ടും. സോ 2 minutes 20 seconds മീൻസ് 2 minutes എന്ന് പറഞ്ഞാൽ 60 + 60 120 seconds അല്ലേ, പ്ലസ് അഗെയിൻ ഒരു 20 seconds വിച്ച് വിൽ ഗിവ് യു 140 seconds. സോ മൊത്തത്തിൽ 140 സെക്കൻഡ് ആള് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ ആയിരിക്കും എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് കൺസിഡർ ദാറ്റ്. അപ്പോൾ 10 10 10 ആൻഡ് ദിസ് 10. ഓക്കെ, സോ ഓൾ ടുഗെദർ ഫസ്റ്റ് 40 സെക്കൻഡിൽ ഫസ്റ്റ് റൗണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഫസ്റ്റ് റൗണ്ട് കവർ ചെയ്യാൻ 40 seconds എടുത്തു. അപ്പോൾ അയാൾ ഇവിടെ എത്തി. അഗെയിൻ പിന്നെയും ഒരു 40 സെക്കൻഡ് എടുത്ത് അടുത്തൊരു റൗണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. സോ സെക്കൻഡ് റൗണ്ട് കവർ ചെയ്തപ്പോൾ ടോട്ടൽ 80 seconds ആയി. അഗെയിൻ തേർഡ് റൗണ്ട് കവർ ചെയ്തപ്പോൾ നമുക്ക് 120 seconds ആയി. ഇനി ബാക്കി ഒരു 20 seconds കൂടെ ആൾ ട്രാവൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. സോ ഓരോ റൗണ്ട് കവർ ചെയ്യുമ്പോഴും ആൾ ഇനീഷ്യൽ എടുത്ത എ പൊസിഷനിലെത്തി. സോ അഗെയിൻ സെക്കൻഡ് റൗണ്ട് കവർ ചെയ്തപ്പോഴും എയിലെത്തി, തേർഡ് റൗണ്ട് കവർ ചെയ്തപ്പോഴും എ എത്തി. ഇനി ബാക്കി ടോട്ടൽ 20 സെക്കൻഡേ ഉള്ളൂ. 20 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആൾ സിയിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് വി ഹാവ് ടു നോ ഹൗ മെനി റൗണ്ട്സ് എന്ന് പറയുമ്പോൾ ടോട്ടൽ
പ്ലസ് ഒരു ഹാഫ് റൗണ്ടും കൂടെ അല്ലേ. സോ 3 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു ആൻഡ് നെക്സ്റ്റ് ഒരു ഹാഫ് ദ റൗണ്ട് ആണ്. ഓക്കെ, സോ 3.5 റൗണ്ട് അല്ലെങ്കിൽ 3.5 ടൈംസ് ആൾ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ ഇതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, സോ 3.5 റൗണ്ട്സ് ആണ് ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ അല്ലേ. യെസ്, സോ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇനീഷ്യൽ പൊസിഷൻ എ ആൻഡ് ഫൈനൽ പൊസിഷൻ സിയിലാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ഓൾറൈറ്റ്, സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു again Pythagoras theorem നമുക്ക് കൊടുക്കാം. ബേസ് സ്ക്വയർ പ്ലസ് altitude സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. സോ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. സോ 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. 100 പ്ലസ് 100 ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. 200 ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ. എ സി കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സ്ക്വയർ റൂട്ട് ആൻഡ് സ്ക്വയർ ക്യാൻസൽ ചെയ്തു. സോ എ സി വിൽ ബി റൂട്ട് 200 വിച്ച് ഇസ് 10 റൂട്ട് 2. റൂട്ട് 2 വാല്യൂ നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ലൈക്ക് 10 into 14.4 വിച്ച് വുഡ് ഗിവ് യു 14.14 മീറ്റർ. റൂട്ട് 2ൻ്റെ വാല്യൂ 1.414 ആണ് കേട്ടോ. സോ ദിസ് വിൽ ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഇത് എത്ര റൗണ്ട് കവർ ചെയ്തു എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഓൾറൈറ്റ്, ആൻഡ് ഫൈനൽ ക്വസ്റ്റൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇറ്റ് കനോട്ട് ബി സീറോ. ഒരിക്കലുമല്ല. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ വരാം എന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റനിൽ ഡിസ്കസ് ചെയ്താണ്. ഓൾറൈറ്റ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇസ് ഗ്രേറ്റർ ദാൻ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദി ഒബ്ജക്ട്. അഗെയിൻ ദാറ്റ് ഇസ് ഓൾസോ ഫോൾസ്. സോ ബോത്ത് ആർ ഫോൾസ്. ഓക്കെ, ഒരിക്കലും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിനേക്കാൾ കൂടുതൽ വരില്ല, ഡിസ്റ്റൻസിനേക്കാൾ കുറവേ വരുള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് സോ ഫാർ ഇസ് വെരി ക്ലിയർ. സോ നമ്മൾ ഇന്ന് പഠിച്ചത് ഹൗ ക്യാൻ യു ഡിസ്ക്രൈബ് എ മോഷൻ, ആൻഡ് പിന്നെ നമ്മൾ നോക്കിയത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക, അതിനെ സംബന്ധിച്ചുള്ള ന്യൂമറിക്കൽസ് ആണ്. സോ ഇഫ് ദർ ഇസ് എനി കൈൻഡ് ഓഫ് ഡൗട്ട് പ്ലീസ് ഡു കമൻറ്റ് ബിലോ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഐ ഡിവൈഡ് ദ ഹോൾ ചാപ്റ്റർ ഇൻ ടു ഡിഫറെൻറ്റ് സെഷൻസ് so that each topic will be very much clear to you. Okay, so thank you so much for watching. See you very soon. Thank you.